ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ടി ആർ സ്വാഗതം പറഞ്ഞ എന്ന് നിർവഹിക്കുന്ന അമുഖ പ്രഭാഷണം നടത്തിയ ഉദാസയുടെ സെക്രട്ടറി വിശ്വം ചെയ്തു ആശംസ അർപ്പിക്കുന്ന നന്ദി പ്രകാശനം വലിയൊരു ക്രൂഷ്യൽ സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നത്. ഇൻ്റർനെറ്റ് ടെക്നോളജി, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ മറ്റുള്ള രാജ്യങ്ങളിൽ നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ നടത്തണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തേണ്ടി വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രാരംഭ അല്ലെങ്കിൽ ആ പ്രാരംഭ തീരുമാനത്തിനേക്കാൾ ഉപരി ഒരു കളക്റ്റീവായിട്ടൊരു കൺവെൻഷൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മളിവിടെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹം കൂടിയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എന്തിന് നമ്മൾ ഇന്ന് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, 25 വർഷത്തിന് മുമ്പ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 50 വർഷം മുമ്പ് അവരുടെ ജീവിതരീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരു വളരെ സ്ലോ ആയിട്ട് ഇപ്പം വളരെ നമ്മുടെ സെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം, രുചി, ഇതൊക്കെ തന്നെ അതായത് പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇപ്പം തന്നെ അറിയാം, നമ്മുടെ കേരളം മൊത്തം ഹൈവേയിൽ പോയാലും കുട്ടനാടൻ ഭക്ഷണം എന്ന് പറയും, പാലക്കാട് ഭക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുളിശ്ശേരിയിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമാണ്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പം രണ്ട് തരത്തിലേക്ക് നമുക്കിതിൻ്റെ ചിന്ത കൊണ്ടുപോകാം എന്നുള്ളതാണ്. എങ്ങനെയാണ് രണ്ട് തരത്തിലേക്കുള്ള ചിന്തകൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഒന്ന്, എന്തിനാണ് ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയുള്ള സമയത്ത് മുതൽ ഇൻ്റർനെറ്റ് ഉണ്ട് എന്ന് നമുക്ക് ആലോചിക്കുന്നതിൻ്റെ പ്രധാന ഉദാഹരണമാണ് വനങ്ങളിലെ മരങ്ങളുടെ വേരുകൾ. ഈ വേരുകളെന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റാണ്. അവർക്ക് അവരുടേതായിട്ടൊരു ലോകം അവർ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വേരുകളിലെ ഒരു പ്രത്യേകത. അതിപ്പം നെറ്റിലൊക്കെ അവൈലബിളാണ് ഇൻ്റർനെറ്റ് സംവിധാനം. വേരുകൾ, അതായത് അത്രയും മരങ്ങളൊക്കെ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഈ അങ്ങനൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളത് ആലോചിക്കുകയാണെങ്കിൽ, കാലഘട്ടത്തിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആരാണ് ഇൻ്റലിജൻറ്റ്? മനുഷ്യനാണോ, പ്രകൃതിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ. അപ്പം മനുഷ്യനേക്കാൾ മുമ്പ് തന്നെ അവരുടെ ഇൻ്റലിജൻസ്, ഉദാഹരണമായിട്ട് നമ്മളൊക്കെ അറിയാം, നമുക്ക് അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് ചന്ദനം തരും. ഈ ചന്ദനം വളർത്തുന്നത് തൊട്ടടുത്തുള്ള മരത്തിൻ്റെ ശക്തി കൂടി ഇവിടെ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആലോചിക്കാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതായത് മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് പാട്ട്, സംഗീതം, പെയിൻറ്റിങ്, അങ്ങനെ പലതും നമ്മുടെ മുമ്പിലേക്ക് വന്നത് ആരാണത് കോൺട്രിബ്യൂട്ട് ചെയ്തത്? മനസ്സെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്ക് ഇതുവരെ നിർവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആയ സമയത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നത്. അപ്പം മൈൻഡ് എപ്പോഴും നമ്മളോടൊരു ചോദ്യം ചോദിക്കും. നമ്മുടെ മനസ്സിൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തിന്, എന്തുകൊണ്ട്? ആ ചോദ്യങ്ങൾ, അതിന് ഉത്തരം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് പലപ്പോഴും അത്ര വലിയ ഫാസ്റ്ററായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ലെവലില്ല. അത് വളരെ സ്ലോ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുവരുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ട് മനസ്സുണ്ടായി എന്ന് ചോദിച്ചാൽ 5 സെൻസസ്, കേൾവിയുണ്ട്, ടച്ചുണ്ട്, രുചിയുണ്ട്,
കാഴ്ചയുണ്ട്. അപ്പം അങ്ങനെ 5 സെൻസസിൽ കൂടിയാണ് നമ്മൾ ഇൻ്റലിജൻസ് കൊണ്ടുവന്നത്. അപ്പോൾ ആ 5 ഇൻ്റലിജൻസ് ഒരുപക്ഷെ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യരൂപം പ്രാപിച്ചത് ഒരു 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അതിനൊരു പ്രോസസ്സുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏത് പീരീഡിലാണെന്ന് ചോദിച്ചാൽ 1960 കാലഘട്ടങ്ങളിലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ്? നോളജ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒരു 70 കാലഘട്ടങ്ങളിലേക്കൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഈ പബ്ലിക് ഒപ്പീനിയൻ ഇൻ്റർനെറ്റിൽ വന്നു തുടങ്ങി. ആ പബ്ലിക് ഒപ്പീനിയൻ ഇൻ്റർനെറ്റിലേക്ക് വരുന്നത് 10 വർഷമെടുത്തിട്ടാണ്. അവിടെ ഒരു സ്ലോ പ്രോസസ്സ് ഉണ്ട്. അത് പ്രധാനമായിട്ട് അന്ന് ചിന്തിച്ചിരുന്നതിന് വലിയ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് സോഷ്യൽ കോൺഷ്യസ്നെസ് എന്നുള്ളത്, അത് തന്നെയാണ് ബുക്കാസിൻ്റെ ഉദ്ഭവം എന്ന് നമുക്ക് സൂചിപ്പിക്കാവുന്നത്. സോഷ്യൽ കോൺഷ്യസ്നെസ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ സോഷ്യൽ കോൺഷ്യസ്നെസ് ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഇൻ്റർനെറ്റിന് പല കാര്യങ്ങളിലും എത്തിക്കാൻ സാധിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ഇന്നത്തെ ആമസോണും അതിൽ വിൽക്കുന്ന ഉൽപ്പന്നത്തിക്ക് വേണ്ടി വരുന്ന എല്ലാ സഹായങ്ങളും അതിനുവേണ്ടി റീഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പം ഒരു 80 കാലഘട്ടങ്ങളിലേക്കൊക്കെ ആയപ്പോഴേക്ക് തന്നെ അന്ന് ടെസ്റ്റ് എന്നുള്ളതല്ല, പിക്ചോറിയലായിട്ടുള്ള കണ്ടന്റുകൾ വരാത്തത്. അതുവരെ വെറുതെ എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ്റൈറ്ററിൻ്റെ ഒരു സ്വഭാവമായിരുന്നു ഇൻ്റർനെറ്റിനുണ്ടായിരുന്നത്. അതിനുശേഷം 80 കാലഘട്ടങ്ങളിലാണ് ഇമേജസ്, നമ്മൾ പടം എടുത്തു കഴിഞ്ഞാൽ ഇമേജസ് അയക്കാൻ പറ്റും. അതൊക്കെ പിന്നെ കാലഘട്ടത്തിൻ്റെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ആ ഇമേജ് അന്ന് തുടങ്ങിയത് വളരെ ചെറിയ പ്രിൻറ്റിങ് മെഷീൻസ് പോലെ തന്നെയാണ്. നമ്മൾ അതിൻ്റെ പിന്നെ പത്രങ്ങളൊക്കെ കളേഴ്സായിട്ട് മാറി. അതും ഈ പറഞ്ഞ മാതിരി ഇമേജിൻ്റെ പുറത്തുള്ള റെവല്യൂഷൻ തന്നെയായിരുന്നു എന്നുള്ളത്. അപ്പം ആ ഇമേജിൻ്റെ റെവല്യൂഷൻസ് ഉള്ളതുകൊണ്ട് അതിനുശേഷം ഒരു ഹൈപ്പർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കൂടുതലുള്ള സന്ദർഭങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കാണുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുന്നു, ലോകകപ്പിൽ, അല്ലെങ്കിൽ അതവിടെ നമ്മുടെ കൺമുമ്പിൽ എത്താൻ സാധിക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രോസസ്സ് ആലോചിച്ചാൽ പോലും ഞാൻ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് അത് വളരെ ഈ 5 സെൻസസും നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പം കാഴ്ചയ്ക്കുള്ളതൊക്കെ പൊതുവായിട്ടാണ് പലപ്പോഴും സിനിമ അതിപ്പോൾ 100 വർഷമേ ആയിട്ടുള്ളൂ സിനിമ ഉണ്ടെങ്കിലും ഇന്നിപ്പം AVGC ഓഡിയോ വീഡിയോ, അതുപോലെ തന്നെ ഗെയിമിങ്, അതിൻ്റെ കോമിക്കെന്നുള്ള പറയുന്നൊരു കണ്ടന്റ്. ഇപ്പോൾ മനുഷ്യനില്ലാതെ തന്നെ സിനിമ എടുക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ മമ്മൂട്ടിയെ ആദ്യമേ തന്നെ പിക്ചറൈസ് ചെയ്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ മോഹൻലാൽ 9 വർഷം മുമ്പ് അയാളെടുത്ത പടമുണ്ടെങ്കിൽ ആ പ്രായത്തിലേക്ക് സിനിമ മാത്രമല്ല കഥയും പറയാനുള്ള സന്ദർഭം ആ അമ്മയിൽ അല്ലെങ്കിൽ മേക്കപ്പ് ഉപയോഗിച്ച് ചെയ്യണമെന്നില്ല. ആ പഴയ കാലഘട്ടത്തിൻ്റെ പെർഫോമൻസിൽ നിന്ന് നമുക്കിപ്പം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സോഷ്യൽ സെറ്റപ്പിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക് വളരെ ആവശ്യമാണ്. എന്തിന് അതാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ, അതായത് പഴയ ഒരു പീരീഡിനെ കുറിച്ച് ഉദാഹരണമായിട്ട് പല ടെക്നോളജികളിലും ക്രിയേറ്റീവ് സൈഡിലേക്ക് നമ്മൾ മാറുമ്പോൾ സമയം, അതായത് ഓരോ സെക്കൻഡും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതേസമയം ഓരോ സെക്കൻഡും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മരണം എന്ന് പറയുന്ന കഴിഞ്ഞ സെക്കൻഡ് അടുത്ത സെക്കൻഡ് ജീവിക്കുക എന്നുള്ള സന്ദേശം എന്ന് പറയുന്ന ആ സന്ദർഭങ്ങളിൽ സിനിമയ്ക്ക് വലിയൊരു കോൺട്രിബ്യൂഷനുണ്ട്, ചലച്ചിത്രത്തിന് വലിയൊരു കോൺട്രിബ്യൂഷനുണ്ട്. സമയത്തെ നമ്മൾ കൺസീവ് ചെയ്യുന്ന വിധത്തിൽ അത് സിനിമ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ആലോചിക്കാവുന്ന 2 സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, സമയം ഒരു കാലത്ത് ഇറിവേഴ്സിബിൾ അല്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് ഇറിവേഴ്സിബിൾ ആവുന്നില്ല എന്ന്, അതായത് നമുക്ക് പാസ്റ്റിലേക്ക് നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല.
പക്ഷേ ഓർമ്മയിൽ കൂടി ട്രാവൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രസൻസിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? പക്ഷെ സിനിമ അതൊരു കലയായിട്ട് രൂപപ്പെടുത്തിയപ്പോൾ എനിക്ക് അതിൽ ഓടുന്ന സിനിമ അല്ലെങ്കിൽ ഫിലിം എനിക്ക് എടുത്തതിന് ശേഷം റിവേഴ്സ് ചെയ്യുക. അപ്പം കുടിച്ച വെള്ളം ഗ്ലാസ്സിലേക്ക് തിരിച്ച് ഒഴിക്കുക. അത് സയൻറ്റിസ്റ്റിൻ്റെ ഒരു ലോജിക്കൽ ക്ലാസ്സിലാണ്. സമയത്തിന് ഒരു ആർട്ട് ഫോമിന് അത് സാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് സാധിക്കും എന്നുള്ളൊരു തോട്ട് എന്തായാലും, അല്ലെങ്കിൽ സയൻസിന് അത് പോസിബിളാണ് എന്ന് സിനിമ പറഞ്ഞു സ്ഥിതിക്ക് കഥയ്ക്ക് ഒരു ആവശ്യമാണ്. ഫ്ലാഷ് ബാക്കും ഫ്ലാഷ് ഫോർവേഡും അല്ലെങ്കിൽ പ്രസൻസ് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ കഥയെ കാണുന്നതും നാളെ കണ്ടതും ആ സമയത്ത് നിന്നുകൊണ്ട് നമ്മുടെ പ്രസൻറ്റും പാസ്റ്റും കാണുന്ന പോലെ തന്നെ ഏറ്റവും പാസ്റ്റും നിന്നുകൊണ്ട് കാണുന്ന പോലെ ഇതൊക്കെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരാണ് മനസ്സ് കണ്ടുപിടിച്ചത്? മനസ്സെന്ന് പറയുന്ന ഒരു ഫോം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ അറിവിൻ്റെ പുറത്താണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണത് അറിവിൻ്റെ വ്യക്തത നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. തമിഴാണ് ടെക്നോളജിയുടെ പുറത്ത് നമ്മൾ എത്ര കണ്ട് അല്ലെങ്കിൽ ശത്രുത ആണോ അതോ മിത്രമാണോ എന്നൊക്കെ ആലോചിക്കേണ്ട സന്ദർഭങ്ങളിൽ കൂടിയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. കാരണം ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പം നമുക്കറിയാം ഈ ഹൈപ്പർ ടെൻസ് എന്ന് പറയുന്ന പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇമാജിനേഷൻസ് ആൻഡ് ഇമേജസ് എന്ന് പറയുന്ന പോലെ തന്നെ വാസ്തവത്തിൽ ഇപ്പം നമ്മളതിൻ്റെ മൊത്തത്തിലുള്ള ധാരണ എടുക്കുകയാണെങ്കിൽ ഈ ഫേസ്ബുക്ക് എന്നാണ് പറഞ്ഞത്. അതായത് അതിനകത്ത് ഇമേജുമുണ്ട്, ടെക്സ്റ്റുമുണ്ട്, ഓഡിയോയുമുണ്ട്. അതിനകത്ത് മണമില്ല. ഇപ്പം ഫ്യൂച്ചർ എന്ന് പറയുന്നത് മണം വയ്ക്കാനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, സാഹിത്യവുമുണ്ട്. ഈ മൂന്നെണ്ണം കൂടെ കമ്പൈൻ ചെയ്തൊരു കണ്ടൻറ്റാണ് ഫേസ്ബുക്ക്. പക്ഷെ അതിനകത്ത് മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണമുണ്ട്. ടേസ്റ്റ് മിസ് ചെയ്യുന്നുണ്ട്. ആരുടെ ടേസ്റ്റ്? ഇടുന്ന ആളുടെ ടേസ്റ്റാണ് അതോ നമ്മുടെ ടേസ്റ്റാണോ? അപ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫിലോസഫിക്കൽ തോട്ടിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ അപൂർവമായിട്ട് നമുക്ക് ഫിലോസഫിക്കൽ തോട്ട്സ് നമ്മുടെ ഇടയിലേക്ക് വരുന്നതിന് പകരം ഒരു വേദം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേദത്തെ കുറിച്ചിട്ടൊക്കെ മാഷന്മാർ ഒരു വേദം നമുക്ക് ബോധിക്കുമ്പോഴും പല ഏരിയകളിലും അത് റിക്കവറി ചെയ്തതിൻ്റെ ഫീച്ചറായിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. സംസ്കൃത് പ്രത്യേകിച്ച് ഇന്നത്തെ കമ്പ്യൂട്ടർ ഭാഷയാണ്. കാരണം അതിനെ അവലംബിച്ചിട്ടുള്ള ഭാഷയാണ് സംസ്കൃതം എന്ന് സൂചിപ്പിക്കാറുണ്ട്. കാരണം രാവിലെയും പകലും രാത്രിയും സ്ത്രീയും പുരുഷനും അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന വാക്കുകളുണ്ട്, അർത്ഥങ്ങളുണ്ട്, പാട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഈ ഇൻ്റർനെറ്റിൽ ആ കണ്ടൻറ്റുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിയെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഈ ജെൻഡേഴ്സും ഈ ഫിലോസഫിയും ആ ഫിലോസഫിയിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. ഇപ്പം സോഷ്യൽ സയൻസ് അതല്ലെങ്കിൽ ടെക്നോളജി വളരുന്നതനുസരിച്ചിട്ട് സോഷ്യൽ സയൻസ് വളരുന്നില്ല എന്നുള്ളത് വലിയൊരു ദുഃഖമാണ്. കാരണം ഇപ്പം ഒരർത്ഥത്തിൽ എന്താണ് നമ്മുടെ പുരോഗമനം എന്നാലോചിച്ചാൽ ഇന്നത്തെ വാക്കിൽ ടെക്നോളജിയെ അഡ്രസ്സ് ചെയ്തിട്ടാണ് 90% ടെക്നോളജിയെ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ പുരോഗമനത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത്. അതിൽ സോഷ്യൽ സയൻസ് വളരാത്തത് കൊണ്ടാണ്. ആരാണ് അത് അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? സോഷ്യൽ സയൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ അത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത് ക്യാപിറ്റലിസമാണ്.
ബേസിക്കലി ക്യാപിറ്റലിസത്തിൻ്റെ പുറത്താണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണം എന്നാ കണ്ടുപിടിച്ചത് ഒരു 300-400 വർഷം. അതിനു മുമ്പ് കലയുണ്ട്, മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ ഈ മരണമുണ്ട്. മരണത്തെ തോൽപ്പിക്കാനായിട്ട് ദൈവത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റായിട്ട് കാണാൻ പറ്റാത്ത, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു രീതി. അതേത് ഇപ്പോൾ രവിവർമ്മയ്ക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് അല്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ അമ്പലത്തിൽ കയറാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്തിരുന്ന വ്യക്തികൾക്ക് അത് വീട്ടിൽ വെച്ച് പൂജിക്കാൻ അദ്ദേഹം സരസ്വതിയും കൊടുത്തു, ലക്ഷ്മിയും കൊടുത്തു. അങ്ങനെയുള്ള ഒരുപാട് ദൈവത്തിൻ്റെ മുഖങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരകളിലും അദ്ദേഹത്തിൻ്റെ ചിന്തയിലും ഉണ്ടായിരുന്ന ചിത്രങ്ങളാണ് ഇന്ന് സരസ്വതിയും ലക്ഷ്മിയൊക്കെ. അതിനുശേഷം അതെങ്ങനെ വളർന്നു എന്ന് ചോദിച്ചത് അത് മഹൂസിനെ സരസ്വതിയെക്കുറിച്ച് എഴുതിയതിനാണ് ആൾക്കാരെ പുറത്താക്കുന്നത്. ഇവിടെയൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഇമേജസ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് ആ കോൺഫ്ലിക്റ്റ് ഇമേജസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇമേജിൻ്റെ പുറത്ത് തന്നെ ജെൻഡറിഫിക്കേഷൻസ് ഉണ്ട്. അത് ജെൻഡറിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ആലോചിക്കുന്ന ഒരു കാര്യം, ഒരു സ്ത്രീയും പുരുഷനും അതെല്ലാം മൃഗങ്ങൾക്കാണെങ്കിലും മരങ്ങൾക്കാണെങ്കിലും ഈവൻ നമുക്കൊക്കെ അറിയാം വൈറസിന് പോലും ജെൻഡർ ഇഷ്യൂസ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു. അപ്പം എന്തുകൊണ്ടാണ് ജെൻഡർ ഒരു നമ്മുടെ ഒരു സൃഷ്ടി എന്ന് പറയുന്നതിന് മെയിൽ ആൻഡ് ഫീമെയിൽ കണ്ടന്റ് കൊണ്ടുവരികയും അതിൻ്റെ ഹയർ ഫിലോസഫിയായിട്ട് ഫാമിലിയെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയും ഒരു കുടുംബം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നിർവചനം നമുക്ക് വ്യക്തമായിട്ട് നൽകുകയും ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് ഫേസ്ബുക്ക്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇൻ്റർനെറ്റ് ടെലിഫോൺസ്, അതായത് വാട്സപ്പ്, നമ്മൾ പൈസ ഇല്ലാതെ നമുക്ക് ആൾക്കാരെ ലോകത്ത് എവിടെ വേണമെങ്കിലും വിളിക്കാം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഏത് നിലയിലേക്കാണ് ഇത് വളരുന്നു എന്ന് ചോദിച്ചാൽ ഇതിനെ അഡ്രസ് ചെയ്യുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് ഫോമിലാണ്. കാരണം അതെങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്തേക്കുന്നത് എന്നുള്ളത് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നത്. ഇപ്പം ഒന്ന് നമ്മുടെ കമ്മ്യൂണിസം ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്ന് പറയുന്നത് ഒരു ഇനി വരാൻ പോകുന്ന കാലഘട്ടം അതിന് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് റീഡിഫൈൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന് നമ്മൾ എങ്ങനെയായിരിക്കും അവിടെ എത്തുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ആ നിലയിൽ നമ്മൾ എത്തിപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു ഫിലോസഫിയാണ്. പക്ഷെ ഇവിടെ അപ്പം ഈ പണം വന്നതിന് ശേഷം 300 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ആദ്യത്തെ ബാങ്ക് ഇറ്റലിയിലുണ്ടാവുന്നത്. 300-350 വർഷം. അതിനു മുമ്പ് കല എങ്ങനെയാണ് വളർന്നത്, അത് ഡാൻസ് എങ്ങനെയാണ് വളർന്നത്, സംഗീതം എങ്ങനെയാണ് വളർന്നത്, അല്ലെങ്കിൽ സംഗീതത്തിൽ അതിനോടൊപ്പം തന്നെ കെട്ടുകാഴ്ചകൾ പല രീതിയിലും വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻസ് ആയിരുന്നു. ഒരുമിച്ച് അത് കാണാനുള്ള സന്ദർഭം, ഒരുമിച്ച് കാണാനുള്ള സന്ദർഭം ഉത്സവങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷമായിരിക്കണം ഈ കെട്ടുകാഴ്ചകൾ ആർട്ടിഫിഷ്യലായിലേക്ക് തിരികേണ്ടി വരുന്നത്. അന്ന് നേച്ചറിൽ കിട്ടിയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് കെട്ടുകാഴ്ചകൾ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം പ്ലാസ്റ്റിക്സ് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വരുന്നു. ഇപ്പം ഒരു രൂപ നമുക്കൊരാൾ തരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രഷർ 1 രൂപയുടെ പ്രഷറാണ്. അയാൾക്ക് മിഠായി വാങ്ങിക്കാൻ പോവാം, 1000 രൂപ തന്നെ അയാൾക്ക് ഷർട്ട് വാങ്ങിക്കാൻ പോവാം, 50,000 രൂപ തന്നെ ചെറിയ സ്ഥലം വാങ്ങിക്കാൻ പറ്റുക. ഇതൊക്കെ പ്ലഷറാണ്, അൾട്ടിമേറ്റ് പ്ലഷേഴ്സ്. അപ്പം പണത്തിന് പ്ലഷറിന് തന്നെ പല ഡിവിഷൻസുകളുണ്ടാക്കി. അത് പണമാണ് ആ സ്വാധീനമുണ്ട്. എന്തുകൊണ്ട് പണത്തിന് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആയിരിക്കും വയറ് കിട്ടുക, അല്ലെങ്കിൽ കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ സ്ഥാപിച്ചിരുന്നു. ഇന്ന സ്ഥലത്ത് ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഇൻ്റർനെറ്റ് ഈ മരങ്ങൾ തമ്മിലുള്ള അത് നെറ്റിൽ കിടപ്പുണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. ഒരു വൃക്ഷത്തിന് അസുഖം വന്നാൽ അടുത്ത് നിൽക്കുന്ന വൃക്ഷം അതിന് വേണ്ട എല്ലാ അതായത് അത് ജീവിക്കണം എന്നുള്ള നിലയിൽ തന്നെ അതിന് വെള്ളം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്
എന്താ വേണ്ടത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നശിച്ചു പോകരുത് എന്നുള്ളപ്പം സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്തുകൾ പലപ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വനങ്ങളിൽ പോകുന്നവർക്കറിയാം, അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് 1 മണിക്കൂറെങ്കിലും കിട്ടുന്ന രീതിയിൽ അതിനെ ആക്സസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വളർച്ച എങ്ങനെയാണ്, അപ്പം പറഞ്ഞു കൊടുക്കേണ്ട മരം 100 വർഷം പഴക്കമുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ അറിവ് ഒരു പക്ഷേ 8 ദിവസത്തെ അല്ലെങ്കിൽ 20 ദിവസത്തെ അല്ലെങ്കിൽ 20 മാസത്തെ പഴക്കമുള്ള മരത്തിന് മരം കൊടുക്കുക. അത് ഫ്രീയാണ്. അത് ഫ്രീ എന്ന് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇന്ന് ഫ്രീ എന്ന് പറയുന്ന വാക്കിന് എന്താണ് അർത്ഥം എടുക്കുന്നത്? എന്ത് കാരണത്താലാണ് അത് ഫ്രീ ആണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു സോഷ്യൽ ജസ്റ്റിഫിക്കേഷൻസ് ആയിരുന്നു. ആ ജസ്റ്റിഫിക്കേഷനെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൺസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആവുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം ഈ സമയത്ത് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട വലിയൊരു അതായത് നമ്മൾ മനസ്സിൽ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കേണ്ടിയിരിക്കുന്ന ഏരിയകളുടെ എണ്ണം സമയം കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പം എങ്ങനെ അത് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർക്കാം. നമ്മുടെ പല അനുഭവങ്ങളും നമ്മളുടെ ഇതിനു മുമ്പ് ഉള്ള 20 അല്ലെങ്കിൽ 50 വർഷമോ അല്ലെങ്കിൽ 100 വർഷമോ അല്ലെങ്കിൽ 200 വർഷം മുമ്പ് ഇരുന്ന ജീവിതത്തിൽ അവരുടെ മനസ്സിലേക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളത് സന്ദർഭമാണ്. അവരുടേതായിട്ടുള്ള നല്ല ഓർമ്മകൾ തന്നെയായിരുന്നു. ഇന്നിപ്പം നമുക്കറിയാം, ഒരു ആളിനെ കൊല്ലം ഏറ്റവും നല്ല വിദഗ്ധമായ ആലോചന നാളത്തേക്ക് വേണ്ടിയിട്ട് മനുഷ്യനെ വധിക്കാനുള്ള ആരുടെയും അറിവ് ഇല്ലാതെ അയാളെ കൊല്ലാനുള്ള സാധ്യതകൾ നമുക്ക് കയ്യിൽ പോകുക എന്നുള്ളതാണ്. അപ്പം ടെക്നോളജി എന്ന് പറയുന്നത് ഇന്നത്തെ കേരളത്തിലെ പല മർഡർ കേസുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങാണ്. അയാളെ എന്തുകൊണ്ട് ഒഴിവാക്കണം എന്ന് പറയുന്നത്. പക്ഷെ മറ്റേ ഒഴിവാക്കൽ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം, ഈ ടെക്നോളജി ഒഴിവാക്കൽ എന്നുള്ള വാക്ക് നമ്മൾ കുറച്ച് ആൾക്കാരെ കാണുന്നു. ഈ ഒഴിവാക്കൽ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുണ്ടായിരുന്നു. പക്ഷെ അത് കാലം കഴിയുന്നതും ഒഴിവാക്കുക എന്ന് പറയുന്ന വാക്കിന് അർത്ഥങ്ങൾ പലതരത്തിൽ കൂടി വന്നു. ശത്രുത മാത്രമല്ല അതിനകത്ത് വിദഗ്ധത. അയാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി ജീവിച്ചിരുന്നാൽ അയാളുടെ സമ്പാദ്യം, സമ്പത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഈവൻ സ്നേഹം പോലും. നേരത്തെ ഞാൻ വീണ്ടും ജെൻഡർ ഇക്വേഷനിലേക്ക് കടക്കുകയാണ്. ഒരു സ്ത്രീ പുരുഷനില്ലായിരുന്നെങ്കിൽ സിനിമ ഉണ്ടാവില്ല, പാട്ടുണ്ടാവില്ല, കവിത ഉണ്ടാവില്ല, നാടകം ഉണ്ടാവില്ല. അപ്പോൾ ആ ജെൻഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ഇൻസൈറ്റ്സുകളാണ്. ഇൻസൈറ്റ്സ് ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഘടകം മാത്രമാണ്. മനസ്സിൻ്റെ ഇൻസൈറ്റ്സാണ് ഈ ജെൻഡറിനെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്കറിയാം, പലപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യായിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. കാരണം സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ ഓരോ വ്യക്തിക്കും അവർ കൊടുത്തിരുന്ന തുക നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഞെട്ടിപ്പോകുന്നു. അവരവിടെയൊക്കെ എത്തി. പിന്നെ ആരാണ് ആരിലേക്കാണ് അത് എത്തിക്കേണ്ടതെന്നും അവർക്കറിയാം. അത് വോട്ടായിട്ട് കൺവെർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഏത് തരത്തിലെത്തി ഞാൻ പണം ആവശ്യമാണെങ്കിൽ പണം ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പ്ലഷറിൻ്റെ കണ്ടന്റ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. ഇപ്പം ആമസോണിൽ നിന്ന് എനിക്കൊരു ഷർട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ആ ഷർട്ട് ഏത് തരത്തിലുള്ള ഷർട്ടാണെന്ന് നമുക്ക് നേരത്തെ തിരിച്ചറിയാം. അത് നമ്മുടെ അടുത്ത ദിവസം തന്നെ നമ്മുടെ വീട്ടിലെത്തുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പണ്ട് കേരളം മാത്രമേ ഉള്ളൂ തോന്നുന്നു ഒരു ടൈലർ കമ്മ്യൂണിറ്റി ഉണ്ടായ പദ്ധതി. അതുകൊണ്ടാണ് കൺസ്യൂമർ പ്രൊഡക്റ്റ്, അതായത് വസ്ത്രങ്ങൾ ഇത്രയധികം വിറ്റുവഴിക്കുന്നതിന് ആദ്യത്തെ ജോലി ഡിസൈൻഡ് പ്രോഡക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്തു. കാരണം കേരളത്തിൽ ടൈലർ എന്ന് പറയുന്നത് ഞാനൊരു ഇല്ലാന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാം 4 കോർണറിലുള്ള തുണികളാണ്. സാരിയായാലും മുണ്ടായാലും തോളത്തിരുന്ന കണ്ടൻ്റാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ സ്ക്വയറായിരുന്നു. സ്ക്വയറിൽ നിന്നാണ് പിന്നീട് റൗണ്ടിലേക്ക് വന്നത്. ഇപ്പോൾ റൗണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം
കളവൻ്റെ ഒരു വീലാണ് അവിടെ കാണുന്നത്. പക്ഷെ അപ്പം വീലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെവല്യൂഷണൈസ് ചെയ്തു ആ ഡിസൈൻ. കയറുന്നു അല്ലെങ്കിൽ അൺഎൻഗേജായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പീസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പം പീസ് എങ്ങനെ വന്നു എന്ന് നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലാണ് നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത്. സ്വയം മിസ്റ്റേക്സ്, അറിവില്ലാത്തതുകൊണ്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത്. മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസ്തവത്തിൽ ഈ ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചിട്ടുള്ള കണ്ടന്റുകൾ. അങ്ങനെ ലോകം മുഴുവൻ നമുക്ക് പല ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീസൺസിൻ്റെ ചേഞ്ചസിന് കാരണമാകുന്നു. അപ്പോൾ അത് മൾട്ടിപ്പിൾ സെൻസിറ്റിവിറ്റീസ് റീസൺ ഉണ്ടാകുമ്പോൾ മൾട്ടിപ്പിളായിട്ട് തന്നെ റീഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു മെഷീൻ ലേണിംഗ് എന്നാലോചിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മൾ ആലോചിക്കുക, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് ഇന്ന് 10 ദിവസം നമ്മുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഇല്ല, ഫോണില്ല, ഫോൺ വർക്ക് ചെയ്യില്ല, നമ്മുടെ സ്ഥിതിയില്ല. ഇപ്പം നമ്മൾ വിക്ടിം സ്ലേവറി എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. പക്ഷെ അന്നത്തെ സയൻസ് കാലഘട്ടത്തിന് മുമ്പുള്ള സയൻസ് റീസൺസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇൻസ്റ്റീൻ നമ്മൾക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കിയപ്പോൾ റസ്സലവിടെന്ന് പറയും, നിങ്ങളുണ്ടാക്കരുത്, നിങ്ങൾ ടെക്നോളജി ഒരിക്കലും. യുദ്ധം ഉണ്ടായി, യുദ്ധം അവസാനിച്ചത് എൻ്റെ പുറത്തായിരിക്കും. പക്ഷെ റീസൺസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് അന്ന് സയൻസിൻ്റെ പുറത്ത് നമ്മൾ ഗ്രാജുവലായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2-3 ഏരിയകളുണ്ട്. ഉദാഹരണമായിട്ട് ആദ്യം സ്റ്റീം എഞ്ചിനാണ്. സ്റ്റീം എഞ്ചിൻ അല്ലെങ്കിൽ ട്രെയിൻ വന്നു. സ്റ്റീമിൻ്റെ പവർഫുൾ പൊസിഷൻസ് സ്റ്റീം ആദ്യകാലത്തുണ്ടായിരുന്നു. വീട്ടിൽ അരി പൊടിക്കാനുള്ള മില്ലുണ്ടാകും, അതല്ലെങ്കിൽ സ്റ്റീം കൊണ്ട് നമുക്ക് വേറൊരു അർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ട്രെയിൻ ഇല്ലായിരുന്ന ഒരു 50 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ ബ്രിട്ടീഷുകാർ അഹിംസ എന്ന് പറയുന്നതും ഈ സ്റ്റീമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ചാൽ ഉണ്ടാകും. കാരണം അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇഷ്യൂസ് കാസ്റ്റിസമാണ്. അപ്പം ഒരു യാത്ര ചെയ്യണമെങ്കിൽ കാസ്റ്റിസം ഇല്ലാതായി നോക്കി അവരെല്ലാവരും ഒരുമിച്ചൊരു സ്ഥലത്ത് പോയിരുന്നു, വർത്താനം പറയുന്നു, ഭക്ഷണങ്ങൾ പലപ്പോഴും പോകുന്നു. അതൊക്കെ ഗ്രാജുവലായിട്ട് വന്നതാണ്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷമാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി ജാതിയെ ഇല്ലാതാക്കിയ പോലെ ടെക്നോളജിക്ക് അത് സാധിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ട്രെയിൻ. അപ്പം ഒരുമിച്ച് പോയി അന്ന് ഏറ്റവും കൂടുതൽ ജാതി ഉണ്ടായിരുന്നാലും ജാതിയുടെ ഡിവിഷൻസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. ഒരുമിച്ച് ട്രാവൽ ചെയ്തില്ലെങ്കിൽ അയാൾ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അയാൾ തൽക്കാലം അയാളുടെ ചോയ്സസ് മാറ്റി വെച്ചിരുന്നു. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി അന്ന് നമ്മൾ വെള്ളത്തിൽ കൂടി ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ സോഷ്യൽ വാല്യൂസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 തരത്തിൽ നോക്കാൻ കഴിയുക സോഷ്യൽ വാല്യൂസ്. ഒന്ന്, സ്ത്രീക്ക് ഭാരം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന വിധത്തിലുള്ള അറിവ് സ്ത്രീക്ക് കിട്ടിയത് കൊണ്ട് ആരോഗ്യം നോക്കാനും ബ്രെയിനായാലും അങ്ങനെയുള്ള പലരും ഇലക്ട്രിസിറ്റി കൊണ്ട്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന, അതായത് മൂന്നാമത് നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ നാലാമത് എന്താണ് ആരോഗ്യത്തിൻ്റെ കാര്യം. ഈ 2 അടിസ്ഥാനപരമായും നമുക്ക് സോഷ്യലി റിലവൻ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആ സയൻസ് നമുക്ക് തന്നിരുന്നതാണ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റ് വന്നപ്പോഴില്ല കമ്മ്യൂണിക്കേഷൻ എവിടെ വേണമെങ്കിലും നമുക്ക് ബന്ധപ്പെടാം, സൂക്ഷിച്ചു വെക്കാം, ഫോൺ ചെയ്യുക. അപ്പോൾ ഇൻ്റർനെറ്റ് വാസ്തവത്തിൽ ജനറൽ ഇൻ്റലിജൻസിനെ ഒരു രീതിയിലും ടാമ്പർ ചെയ്യാതെ ഹ്യൂമൻ റൈസസ്, ഹ്യൂമൻ പല റൈസസ് ഉള്ളതുപോലെ തന്നെ അതിൻ്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റായിരുന്നില്ല. അത് നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സന്ദർഭമായിരുന്നു. ഇനി വരാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്
നമ്മൾ ഈ ചേഞ്ചസ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ ചേഞ്ചസ് എവിടെ നിന്നാണോ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. പക്ഷെ ആ ചേഞ്ചസിന് പിന്നിൽ ഇങ്ങനെയുള്ള ചില ചിന്തകളും കൂടി കൺസീവ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ചോയ്സ് നമുക്ക് എടുക്കാം, അതായത് റീസൺസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ സിനിമകളെല്ലാം കള്ളൻ്റെ കഥകളാണെന്ന് ഞാൻ പറയാം. കാരണം ഒരു കള്ളനെ നിങ്ങൾക്ക് അത് ശരിയെന്ന് തോന്നിപ്പിക്കാൻ പറ്റുന്ന ഫിലിം മേക്കറാണ് ഏറ്റവും നല്ല ഫിലിം മേക്കറെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു കള്ളത്തരത്തിൻ്റെ പുറത്താണ് സിനിമ മുഴുവൻ റിയാലിറ്റി. ആ റിയാലിറ്റിയുടെ റീസണിങ്സ് പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടിയാണ് കഥ പറയുന്നത് എന്നുള്ളതാണ്. നമുക്ക് സൈലൻസ്, എന്തിന് സൈലൻസ്, ഇത്രയധികം ശബ്ദമുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് നമുക്ക് സൈലൻസ് വേണം എന്ന ആശയം. അതിനെ ഏറ്റവും നന്നായി അതിനെ റീഡിഫൈൻ ചെയ്തിട്ടുള്ള സംഗീതമാണ് മ്യൂസിക്കാണ്. അവർക്ക് ഇവിടെ നിൽക്കണം, എത്ര സെക്കൻഡ് സൈലൻ്റ് ആണ്. അതൊക്കെ സൈലൻസ് കഴിഞ്ഞ് മറ്റുള്ള കലാരൂപങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് വെച്ചാൽ മ്യൂസിക് ആദ്യം വന്നു. അതായത് സ്നേഹത്തിൻ്റെ ആദ്യ ഭാഷയാണ്. കിളികളൊക്കെ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന മനുഷ്യനും ആദ്യകാലങ്ങളിലെ ഭാഷ ഉപയോഗിക്കുന്ന ഈ ശബ്ദത്തിൽ കൂടിയായിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അതിൻ്റെ റീസണുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പം ഈ ഇപ്പോഴത്തെ നമ്മൾ നേരിടാൻ പോകുന്ന ഇഷ്യൂസുകൾ എവിടെയാണ് ഈ ചെയ്യുന്നത്? ഇനി ആർട്ടിഫിഷ്യൽ വരുന്നു, ഇൻ്റലിജൻസ് വരുന്നു, ജെൻഡർ കുറേ കൂടെ ആകുന്നുണ്ട്. ഒരു ചെറിയ ഐഡിയനായിരിക്കും ഒരു വലിയ കഥ ഉണ്ടാകുന്നത്. ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു തുള്ളി മഞ്ഞ് വലിയതിൻ്റെ ഏറ്റവും വലിപ്പമുള്ള ഒരു ഭാഗമാണ് ഗംഗാനദി എന്ന് നമ്മൾ പറയുന്നത്. ആ ഗംഗാനദിയിൽ പോയി കുളിച്ചാൽ തൻ്റെ ഭാവമെല്ലാം മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഇവിടേക്ക് അതിനകത്ത് റീസണുണ്ട് എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത്. അപ്പോൾ ആ റീസണിങ് നമുക്ക് കിട്ടാറുണ്ടോ, കിട്ടുമോ എന്നുള്ളത്. അപ്പം അവിടെ ഒരു വാക്യൂം നമ്മൾ ആൾറെഡി നേരത്തെ പറഞ്ഞ ഒരു സൈലൻസ് നമ്മളോട് ആ വാക്യൂം നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ആ വാക്യൂമിനെ നമ്മളെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഏറ്റവും വലിയ ശ്രമം എന്ന് പറഞ്ഞാൽ വാക്യത്തിന് 3D ഫോം ഉണ്ടാക്കുക എന്നുള്ളത്. തേർഡ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ 6th ഡയമെൻഷൻ, 7th സെൻസസ്. ഇത് നമ്മൾ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ 7th സെൻസ് നമുക്കറിയാം ഇൻഡ്യൂഷൻ. 7ാമത്തത് നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാകും നമ്മൾ അറിയുന്നത്. ഇതൊരു ഇൻഡ്യൂഷനാണ്. ഉറപ്പായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ചിലപ്പം അയാൾ കിട്ടുന്നതിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡ്യൂഷൻ നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ഇല്യൂഷൻസ് നമുക്ക് ആവശ്യമില്ല, സർറിയലിസം നമുക്ക് ആവശ്യമില്ല. അപ്പം ഇതിനെ വളരെ ഡെഫിനറ്റായിട്ട് ഇതിനെ മറക്കാൻ പറ്റുന്ന, അതായത് ഒരു സെല്ലേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഇതിന് അവർക്ക് ദിവസമില്ല. പക്ഷെ ഒരു കലയ്ക്കുണ്ട്, കലാകാരനുണ്ട്, കല കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ റീസൺസ് എന്താണെന്ന് അപ്പോൾ അവിടെ നമുക്ക് ആലോചിക്കേണ്ട സന്ദർഭം പുരോഗമന സാഹിത്യ സംഘത്തിൽ നിന്നും നവ മീഡിയയുടെ അല്ലെങ്കിൽ ന്യൂ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ട്. എന്താണ് ന്യൂ മീഡിയ? അതിൻ്റെ ഫിലോസഫി എന്താണ്? മസ്കായാലും ഫേസ്ബുക്കായാലും ഇൻ്റർനെറ്റിൽ നേരത്തെ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ വിഷ്വലായിട്ടുള്ള ടെലിവിഷൻസും അറിയിപ്പുമൊക്കെ നമ്മൾ വരുമ്പോൾ അതൊരു ചെറിയ റീസണാണോ? ഒരു റീസൺ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന, മനസ്സെന്ന് പറയുന്നതിലേക്ക് നമുക്ക് അത് എത്ര കണ്ട് സ്റ്റോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ മനസ്സ് കണ്ടുപിടിക്കാറുള്ളത് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഫിലോസഫിയാണ്, അവരുടേതായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ആ ക്ലാരിറ്റിയുടെ പുറത്താണ് ഇൻ്റർപ്രിറ്റേഷൻസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ തന്നെ വ്യക്തതയോടുകൂടി പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ഡിസ്കഷനിലേക്ക് വരുന്നതിന് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൻ്റെ അർത്ഥം, അതിനേക്കാൾ കൂടുതൽ ആർത്ഥത്തെക്കാൾ കൂടുതൽ നമ്മൾ ഭംഗി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഭംഗി എന്ന് ഓരോരുത്തരും ഒരു കാർപ്പൻ്ററിൻ്റെ അയാളുടെ ഭംഗി വേറെയാണ്, ഡോക്ടറുടെ സർജനാണെങ്കിൽ അതിൻ്റെ ഭംഗി വേറെയാണ്. അതൊക്കെ റീസൺസാണ്. ഒരു ഫിലിം മേക്കർ എന്നുള്ളത് എനിക്കുള്ള റീസൺസ് വളരെ വലുതാണ്. അതായത് സമൂഹത്തിൽ സ്വാധീനിക്കുക എന്ന് പറയാൻ എനിക്ക് കുറേ കൂടെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൻ്റെ
പോക്കറ്റിലിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ആക്കുന്നത് അവരെ ചിന്തിപ്പിക്കാനുള്ള ഒരു മൈൻഡ് ചിന്തിപ്പിക്കുമ്പോൾ എക്സാക്ട്ലി വളരെ ഡെഫിനറ്റായിട്ടുള്ള റോള് ഈ ചിന്തിക്കുക എന്ന് പറയുന്ന കണ്ടന്റിൽ ആണ്. അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇവിടുത്തെ കോമ്പാറ്റബിലിറ്റിയൊക്കെ കൂടുതൽ ഇതിന് കോമ്പാറ്റബിലിറ്റി ഇല്ല. പണത്തിൻ്റെ പ്രഷറും 4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാറിയിരിക്കുന്നു. 4 ദിവസം കഴിഞ്ഞ് കിട്ടിയിട്ട് വലിയ കാര്യമില്ല, ഇപ്പം തന്നെ എനിക്ക് തരും എന്ന് പറയുമ്പോൾ തീർച്ചയാണെങ്കിൽ അവർക്ക് സംശയമുണ്ടാകില്ല. പക്ഷെ ഫിലോസഫിയുടെ പുറത്ത് ജീവിക്കാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ കലയാണ് പ്രാഥമികമായിട്ട് ആദ്യത്തെ ചോയ്സ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്താണ് മുഴുവൻ ഉണ്ടായിരുന്നത് അതാരാണ് നമുക്ക് പറയുന്നത്. പല കാരണത്താൽ നല്ല മനസ്സുള്ള വ്യക്തികൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഈ ബാഡ് ആൻഡ് ഗുഡ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം ഉപയോഗിക്കാൻ പോകുന്ന ഒരു സന്ദർഭമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനേക്ക് എങ്ങനെ ടൈം ചെയ്യും? നമ്മൾ വിക്റ്റിമാണ്. 10 ദിവസങ്ങളിൽ ഇല്ലാത്ത ആൾക്കാർ നമ്മളെല്ലാവരും കൊടുക്കും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൃഗത്തിൻ്റെ സൈഡിൽ നിന്നോ നേച്ചറിൻ്റെ സൈഡിൽ നിന്നോ ആ ഒരു അതായത് മറ്റു സെൻസൊക്കെ അവരുടെ മനുഷ്യനെ മാത്രമാണ് അഡ്രസ് ചെയ്യുന്നത്. കാരണം അവരാണ് കൺസ്യൂമേഴ്സ്. ആ കൺസ്യൂമേഴ്സിനെയാണ് അവർ അഡ്രസ് ചെയ്തത്. അപ്പോൾ ഇൻ്റലിജൻസ് കൺസ്യൂമേഴ്സിനെയാണ് കൂടുതൽ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നേച്ചറിനെയോ പ്രകൃതിയെ സ്നേഹിക്കുന്ന വ്യക്തികളെ അത് വളരെ കുറച്ച് മാത്രമേ ചെറിയ ഏരിയ കൾച്ചർ ന്യൂസ് പേപ്പറൊന്നും മീഡിയ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ ഭാവം അഡ്രസ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ലോക്കൽ കൾച്ചർ അതിനകത്ത് വരുന്നത്. ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ കീബോർഡ് നോക്കിയാലറിയാം, നമുക്ക് അറിയാവുന്ന 24 അക്ഷരങ്ങൾ ബാക്കിയുള്ള 24 അക്ഷരമാണ് നമ്മുടെ കൈവരിൽ 10 കേട്ടോ. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യുക എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പം പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞത് ചിന്തിക്കാനുള്ള നമ്മുടെ വിഷയം ഇതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടം നമ്മുടെ ഈ പറഞ്ഞ പോലെ കാറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, പറഞ്ഞ പ്രോഡക്റ്റ് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ കലാകാരന്മാരുടെ റോള് എന്തുകൊണ്ട് അതിലേക്ക് കൊണ്ട് എത്തിക്കണം, അല്ലെങ്കിൽ കലയുടെ റോള് വളരെ പ്രിസിഷൻ ആവണം. ആ എല്ലാ കലകളും നമുക്ക് തീർച്ചയായിട്ടും ഡിബേറ്റബിളാണ്. അപ്പോൾ അതിനുള്ള സ്ഥാനം ബ്രഹ്മണ കലാസാഹിത്യം ഒരുക്കിയതിൻ്റെ സന്തോഷം അതിൻ്റെ പ്രസിഡന്റും ഞാൻ സന്തോഷം നിർത്തുന്നു. നമസ്കാരം.